ഇവിടെയിൽ നമ്മൾ ആദ്യമേ ഇസ്രായേലിന്റെ വിഷയം ഒന്ന് നോക്കാം. ഇതിനകത്ത് ഈ റഫ ഭാഗത്ത് തുരങ്കത്തിനുള്ളിൽ ഒരു 200 പേര് കുടുങ്ങിക്കിടപ്പുണ്ടായിരുന്നു എന്ന് ഒരു വാർത്ത ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിന്റെ കുറച്ച് ഡെവലപ്മെന്റ്സ് വന്നിട്ടുണ്ട്. ഇസ്രായേൽ പറഞ്ഞിരിക്കുന്നത് ലാസ്റ്റ് വാണിംഗ്, ആയുധം താഴ്ത്തിയിട്ട് നിങ്ങൾ സറണ്ടർ ആവുക, ഇല്ലാന്നുണ്ടെങ്കിൽ ഞങ്ങൾ ബോംബ് ഇടാൻ പോവുകയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ലാസ്റ്റ് വാണിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇതിനെ ചൊല്ലി ഭയങ്കരമായിട്ടുള്ള ഒപ്പോസിഷനൊക്കെ ഹമാസ് ലീഡേഴ്സിന്റെ ഭാഗത്തുനിന്ന് വരുന്നുണ്ട്. പക്ഷേ ഇതൊരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്, ഇസ്രായേൽ കുറേ ടൈം ഇവർക്ക് കൊടുത്തു കഴിഞ്ഞു. പക്ഷെ ഇവരാണെങ്കിൽ ഈ തുരങ്കത്തിനുള്ളിൽ നിന്നും പുറത്ത് വരുന്ന ഏർപ്പാടില്ല. പുറത്ത് വന്നെങ്കിൽ ഇവന്മാരെ ഒരുപക്ഷെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ കൊണ്ട് പാർപ്പിക്കുമായിരിക്കും. പക്ഷേ അതേസമയം ഇനിയിപ്പോൾ അറ്റാക്ക് നടത്താൻ പോവാണ്. അപ്പം ഇതിന്റെ ഉള്ളിൽ, ഈ തുരങ്കത്തിനുള്ളിൽ പല ബ്രാഞ്ചസ് ഓഫ് ടണൽ ഉണ്ട് എന്നാണ് ഇസ്രായേൽ അവകാശപ്പെടുന്നത്. അപ്പോൾ പല ടണലുകളും ഇവർ ഇൻഡയറക്റ്റ് ആയിട്ട് തന്നെ ടാർഗറ്റ് ചെയ്ത് പല സ്ഥലത്തും അറ്റാക്ക് നടത്തി എന്നുള്ളതാണ് ഒരു വാർത്ത വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് മെജോറിറ്റി ആൾക്കാർ കൊല്ലപ്പെട്ടിട്ടുണ്ടാവാം എന്നുള്ള വാർത്തയാണ് വരുന്നത്. ഇതിനകത്ത് 17 പേരോളം ഓൾറെഡി കൊല്ലപ്പെട്ടിട്ടുണ്ടാവാം എന്നുള്ള വാർത്തയാണ് വരുന്നത്. ഓൾറെഡി ഒരു 4 പേര് ആദ്യമേ അറ്റാക്ക് ചെയ്തു, പിന്നെ ഒരു 6 പേര് അറ്റാക്ക് ചെയ്തു, പിന്നെ ഒരു സ്ഥലത്ത് ബോംബ് ഇട്ട് അതിനകത്ത് കുറച്ച് പേര് ഈ ടണലിന്റെ ഉള്ളിൽ നിന്ന് തന്നെ കൊല്ലപ്പെട്ടിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട് എന്നുള്ള രീതിയിലുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു ഫൈനൽ ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പം തീരുമാനം എടുത്തിരിക്കുകയാണ്. തീർച്ചയായിട്ടും തുടരെ ഖാൻ യൂനിസ് അതേപോലെ തന്നെ ഗാസ സിറ്റി, ഈ 2 ഭാഗത്തും തുടരെ ഇസ്രായേൽ തലങ്ങും ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊന്നും യെല്ലോ ലൈനിന്റെ ഇപ്പുറത്തൊന്നല്ല, അതായത് ഇസ്രായേലിന്റെ സേഫ് സോണിലല്ല അറ്റാക്ക് നടക്കുന്നത്. ശരിക്കും യെല്ലോ ലൈനിന്റെ അപ്പുറത്ത് വേണ്ടി പൊതുജനങ്ങൾക്ക് വേണ്ടിയിട്ട്, ഗാസ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് തുറന്നു കൊടുത്ത ആ ഒരു പ്രദേശത്ത് തന്നെയാണ് അറ്റാക്ക് നടക്കുന്നത്. ഈ ഒരു സംഗതി ഇങ്ങനെ ഇരിക്കെ മൊസാദ് ഒരു കീ ഇൻഫർമേഷൻ ലീക്ക് ചെയ്തിട്ടുണ്ട്. അതെന്താണെന്ന് പറഞ്ഞാൽ യൂറോപ്പിനാണ് ഈ ഒരു താക്കീത് കൊടുത്തിരിക്കുന്നത്. യൂറോപ്പിൽ ശരിക്കും 2-3 ആൾക്കാരുടെ പേര്, വിവരങ്ങൾ, അഡ്രസ്സ് സഹിതം എടുത്ത് പറഞ്ഞിരിക്കുകയാണ്. ഖത്തറിൽ നിന്നും ഫണ്ട് വരുന്നുണ്ട്, ഇൻഫർമേഷൻസ് വരുന്നുണ്ട്. അതായത് ഖത്തറിലാണല്ലോ ഈ ഹമാസിന്റെ നേതാക്കളൊക്കെ താമസിക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് ഇൻഫർമേഷൻസ് വരുന്നുണ്ട്. യൂറോപ്പ് എമ്പാടും ആക്രമണങ്ങൾ നടത്താൻ വേണ്ടിയിട്ടുള്ള മുന്നൊരുക്കത്തിലാണ് ഹമാസ് എന്നുള്ള ഒരു അറിയിപ്പാണ് മൊസാദ് കൊടുത്തിരിക്കുന്നത്. മൊസാദ് പറഞ്ഞ സ്ഥലത്ത് ജർമ്മനിയിൽ കൃത്യമായിട്ട് പോയി പരിശോധിച്ചപ്പോൾ അവിടെ നിന്ന് ആയുധങ്ങൾ കണ്ടുകിട്ടി. ആയുധങ്ങൾ എന്ന് പറഞ്ഞാൽ തോക്ക്, അതേപോലെ AK-47, ഇമാതിരിപ്പെട്ട പല സാമഗ്രികളും അവിടെ നിന്ന് കണ്ടെത്തി എന്നുള്ളതാണ് വാർത്ത. കൃത്യമാണ് അവർ ഒരു വിഷയം ചെയ്തു കഴിഞ്ഞാൽ പക്കായിട്ടാണ് ചെയ്യുന്നത്. ആ ഇന്റലിജൻസ് ഇൻഫർമേഷൻ പൂർണ്ണമായിട്ടും ശേഖരിച്ച് വൃത്തിയായിട്ട് കൈമാറും. അല്ല ജസ്റ്റ് ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ട് ജർമ്മനി പോലീസിനെ കൊണ്ട് വിരളി പിടിച്ച് ഓടി അന്വേഷണം നടത്തി കണ്ടെത്താനുള്ള ഒരു സാഹചര്യമല്ല. കൃത്യമായിട്ട് പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് കൊടുക്കും. എന്താ, ഇത്ര നമ്പർ ബിൽഡിങ്ങിൽ ഇന്ന മുറിയിൽ ഇന്ന സാധനങ്ങളുണ്ട്, അവിടെ താമസിക്കുന്നവൻ ഇവനുമായിട്ട് ബന്ധമുള്ള കണക്ഷൻസ് ഇങ്ങനെയാണ്, ഇവന് ഹമാസുമായിട്ട് ഈ രീതിയിലാണ് ബന്ധം, ഇന്നയാളുടെ മോനാണ് എന്നുള്ളതെല്ലാം പറഞ്ഞു കൊടുത്തിരിക്കുകയാണ്. അപ്പം അങ്ങനെ കൃത്യം ഇൻഫർമേഷൻസ് കൊടുത്തുകൊണ്ടാണ് ശരിക്കും ഇസ്രായേൽ യൂറോപ്പിനെ ഞെട്ടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊരു സൈഡിൽ. ഇനി ഇവർ യൂറോപ്പിൽ മാത്രമാണോ എന്ന് ചോദിച്ചാൽ ഇല്ല. അപ്പം ഇന്ത്യയിലും ഇതേ സാഹചര്യമാണ്. ഇന്ത്യക്കുള്ളിലും ഹമാസിന് വേണ്ടി പണിയെടുക്കുന്ന ആൾക്കാരുണ്ട് എന്നുള്ളത് തന്നെയാണ് മൊസാദിന്റെ മുന്നറിയിപ്പ്. അതുപോലെ ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഡിസംബറിലേക്കുള്ള ഇന്ത്യ സന്ദർശനം മാറ്റിവെച്ചതിന്റെ പുറകിലും ഇതേ സംഭവം തന്നെയാണ്. മൊസാദ് തന്നെയാണ് ക്ലിയറൻസ് കൊടുക്കാത്തത് നെതന്യാഹുവിന് ഇന്ത്യ സന്ദർശിക്കാൻ. കാരണം ഇന്ത്യക്കുള്ളിൽ നടന്ന പൊട്ടിത്തെറി ഹമാസ് നടത്തിയതാണെന്നാണ് ഇസ്രായേൽ പറയുന്നത്. അത് വളരെ ഉറപ്പിച്ച് പറയാണ്. മീൻസ് ഹമാസ് മോഡൽ, ഹമാസ് മാതൃക, ഇതെല്ലാം ഇന്റർനാഷണലി കണക്റ്റഡ് ആയിട്ടുള്ള ഒരു ചെയിൻ ഓഫ് ഓപ്പറേഷൻസ് നടത്തുന്ന ആൾക്കാരാണെന്നാണ് മൊസാദ് പറഞ്ഞു വെക്കുന്നത്. അല്ലാതെ കശ്മീരിന്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന ആൾക്കാർ വേറെയാണ്, പക്ഷെ അവരുടെ ആശയങ്ങൾ തമ്മിൽ പൊരുത്തം ഉണ്ട്. അപ്പോൾ അതിനെ തുടർന്ന് അമേരിക്കയുടെ ഉള്ളിൽ ഈ ബ്രദർഹുഡ് സംഘടനയെ മൊത്തത്തിൽ തീവ്രവാദ പട്ടികയിൽ ഉൾപ്പെടുത്താൻ പോവാണ്. ബ്രദർഹുഡിനെ മനസ്സിലായല്ലോ. ഇനിയിപ്പോൾ അമേരിക്കയുടെ ഉള്ളിൽ ഇനി എവിടെയൊക്കെ പൊട്ടിത്തെറികൾ സംഭവിക്കാൻ പോകുന്നുള്ളത് ഇനി നമ്മൾ കണ്ടറിയണം. കാരണം ഈ ബ്രദർഹുഡ് എന്ന് പറയുന്നത് അത്ര എളുപ്പത്തിൽ നിസ്സാരത്തിൽ അങ്ങനെ നോക്കിക്കാണേണ്ട ഒരു സംഘടനയല്ല. ഇത് ഗ്രാസ് റൂട്ടാണ്, ഇത് അതിൻ്റെ അടിവേരാണ്. ഈ അടിവേരിൽ നിന്നാണ് ഈ ആശയങ്ങൾ മൊത്തം ഉദിച്ചു വരുന്നത്. ഈ ലോകമെമ്പാടും പടർന്ന് പന്തലിച്ച് കിടക്കുന്ന എല്ലാ തീവ്രവാദ സംഘടനകളുടെയും റൂട്ട് ചകഞ്ഞ് നോക്കിക്കഴിഞ്ഞാൽ എത്തിച്ചേരുന്നത് ഈ ബ്രദർഹുഡിലായിരിക്കും. ആ രീതിയിലുള്ള സംഘടനയെ തീവ്രവാദ പട്ടികയിൽ ഉൾപ്പെടുത്തുമ്പോൾ അമേരിക്ക ആലോചിക്കണം. 1-ന് 2 വട്ടം ആലോചിക്കണം എന്നല്ല, 1-ന് 10 വട്ടം ആലോചിക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ അവിടെ പൊട്ടിത്തെറിക്കും, ഉറപ്പാണ്. നിങ്ങളിത് എഴുതി വെച്ചോ. അതുപോലെ ഈ സഫ്രാൻ എന്ന് പറഞ്ഞൊരു കമ്പനി ഉണ്ടല്ലോ, ഇഞ്ചിൻ മാനുഫാക്ചറിങ് ചെയ്യുന്ന ഒരു കമ്പനി, ഫ്രാൻസ് ബേസ്ഡ് കമ്പനിയാണ്. അപ്പോൾ ഈ സഫ്രാൻ കമ്പനിയുടെ MRO ഫാക്ടറി, ഇഞ്ചിൻ സർവീസ് യൂണിറ്റ് ഇന്ത്യക്കുള്ളിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അത് ഇന്നാണ് ഇനോഗ്രേറ്റ് ചെയ്തത്. അപ്പോൾ അതിൻ്റെ പ്രവർത്തനം തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ അതിനെ തുടർന്ന് ഇതേ സഫ്രാൻ കമ്പനി ഇപ്പോൾ ഇന്ത്യക്ക് പ്രോമിസ് ചെയ്തിരിക്കുകയാണ്, ഇഞ്ചിൻ ടെക്നോളജി ഇന്ത്യക്ക് കൈമാറിക്കൊണ്ട് നമുക്ക് ഇന്ത്യക്കുള്ളിൽ ഇഞ്ചിൻ നിർമ്മിക്കാം എന്നുള്ള രീതിയിലുള്ള ഒരു പ്രോമിസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചകൾ മുന്നോട്ട് നടക്കുകയാണ്. അതായത് റഷ്യ Su-57 ബന്ധപ്പെട്ട് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള തീരുമാനങ്ങൾ എടുത്ത് ഡിസംബർ 1st വീക്കോടുകൂടി ഇന്ത്യക്കുള്ളിൽ Su-57 എഞ്ചിനുമായിട്ട് വളരെ നിർണായകമായിട്ടുള്ള കരാറുകൾ ഒപ്പിടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് സഫ്രാൻ എന്ന് പറഞ്ഞ ഈ ഒരു ഫ്രഞ്ച് കമ്പനി ഇന്ത്യയെ കുറച്ചുകൂടെ എഫക്റ്റീവ് ആയിട്ടുള്ള മാനറിൽ അപ്രോച്ച് ചെയ്യുന്നതായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത്.
ഈ സഫ്രാൻ എയർക്രാഫ്റ്റിന്റെ എഞ്ചിൻ സർവീസിന്റെ ആ ഒരു MRO ഫെസിലിറ്റി ഹൈദരാബാദിലാണ് പ്രൈം മിനിസ്റ്റർ മോദി ഇനോഗ്രേറ്റ് ചെയ്തത്. ഈ തേജാസ് ഫൈറ്റർ ജെറ്റിന്റെ അപകടത്തിനെ തുടർന്ന് ദുബായ് എയർ ഷോയിലുണ്ടായ അപകടത്തിനെ തുടർന്ന് HALന്റെ ഷെയർ ഒരു 7% സ്ലിപ്പായിട്ടുണ്ട്. 7% വലിയ മാർജിനാണ്, ഇല്ല എന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷേ അതേസമയം തീർച്ചയായിട്ടും നമ്മൾ പ്രതീക്ഷിച്ചത് തന്നെയാണ്, ഇത് എക്സ്പെക്ട് ചെയ്തതാണ്. തീർച്ചയായിട്ടും ഏതൊരു ഫൈറ്റർ ജെറ്റും ക്രാഷ് ആകുമ്പോഴത്തേക്കും ആ ഒരു ടൈം ലൈനിൽ അതിൻ്റെ ഒരു ഷെയർ ചെറുതായിട്ട് ഇടിവ് രേഖപ്പെടുത്താനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് ആ ഒരു സെയിം ഇമ്പാക്റ്റ് തന്നെയാണ് നമുക്കും നേരിടേണ്ടി വരുന്നത്. പക്ഷേ ഇത് താൽക്കാലികമാണ്, അത് മാത്രമാണ് നമ്മൾ കരുതേണ്ടത്. കാരണം നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മൾ എവിടെ നിന്ന് എങ്ങോട്ട് സഞ്ചരിച്ച് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. തീർച്ചയായിട്ടും ഇതൊരു ലോങ് ഡ്യൂറേഷനാണ്. മറ്റുള്ള ഇപ്പം F-16 പോലത്തെ F-35 പോലത്തെ ഫൈറ്റർ ജെറ്റുകളൊക്കെ കമ്പയർ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അവരൊക്കെ മാർക്കറ്റ് കീഴടക്കിയിരിക്കുന്നത് അവരുടേതായിട്ടുള്ള ചില സ്ട്രാറ്റജിക്കൽ ഇടപെടലുകൾ കൊണ്ടൊക്കെ തന്നെയാണ്. അതിനകത്ത് F-16 അല്ലെങ്കിൽ F-35 ക്രാഷ് ആയിട്ടില്ല എന്നൊന്നും പറയാൻ പറ്റത്തില്ല. പക്ഷേ സ്റ്റിൽ അവർ മാർക്കറ്റ് ഓൺ ചെയ്യുന്നുണ്ട്. അതിന് രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന് അവരുടെ ഡോമിനേഷൻ, രണ്ടാമത് അവരുടെ ടെക്നോളജി. ഇതൊക്കെ തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും GE തന്നെയാണ് പല ഫൈറ്റർ ജെറ്റുകൾക്കും എഞ്ചിൻ സപ്ലൈ ചെയ്യുന്നത്. നമ്മളും GEയുടെ എഞ്ചിൻ തന്നെയാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ GE എഞ്ചിൻ ഉപയോഗിക്കുന്നതിൽ ഇപ്പം പലർക്കും അതൃപ്തിയുണ്ട് ഇന്ത്യക്കുള്ളിൽ. അത് HALനും അതൃപ്തിയുണ്ട്. ഇന്ത്യക്കുള്ളിൽ ഈ തേജാസ് ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയിട്ട് അത്ര എഫക്റ്റീവായിട്ട് HAL മുന്നോട്ട് പോകാത്തതിന് ഈ GEയുടെ എഞ്ചിനും ഒരു കാരണം തന്നെയാണ്. അതായത് HALനും ഈ GEനെ അത്രമാത്രം ട്രസ്റ്റോടുകൂടി അല്ല കാണുന്നത് എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇൻ ദ മീൻ വൈൽ കാവേരി എഞ്ചിൻ നമ്മൾ ലോക്കലി മാനുഫാക്ചറിങ് ചെയ്യുന്ന ആ ഒരു പ്രൊഡക്റ്റ് അത് കുറച്ച് എഫക്റ്റീവായിട്ട് നമുക്ക് സക്സസ്ഫുൾ ആയിട്ട് കിട്ടിയിരുന്നെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് ട്രസ്റ്റ് വർത്തിയായിട്ട് കാര്യങ്ങൾ നമുക്ക് മുന്നോട്ട് നീക്കാമായിരുന്നു. എന്തായാലും അത് അൺഫോർച്ചുനേറ്റ്ലി 2018 തന്നെ നമ്മൾ കാവേരി എഞ്ചിനുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു വൈഡ് റേഞ്ച് ആയിട്ടുള്ള പ്രോജക്റ്റ് നമ്മൾ സപ്രസ് ചെയ്താണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇപ്പം ഇടയ്ക്കിടയ്ക്കൊക്കെ നമ്മളത് പരീക്ഷിക്കുന്നുണ്ട്, ചില ഡെവലപ്മെൻറ്റുകളൊക്കെ നടത്തുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാലും അതിൻ്റെ ത്രസ്റ്റ് അത്രയ്ക്ക് പോരാ. അതാണ് ഈ ത്രസ്റ്റിലാണ് നമ്മൾ അതിൽ പരാജയപ്പെടുന്നത്. ത്രസ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ത്രസ്റ്റ് ഇല്ലാതെ ഒരിക്കലും ഒരു ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതാണ് ഇപ്പോൾ ഇതിനകത്ത് പ്രധാനപ്പെട്ട കാര്യം. കാവേരി എഞ്ചിനെ കുറിച്ച് പലരും അപ്ഡേറ്റ് ചോദിക്കുന്നുണ്ട്. അത് ശരിക്കും അണ്ടർ പ്രോസസ്സിങ്ങിൽ ആണ് എന്നിങ്ങനെ വർഷങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. തികച്ചും നമ്മൾ കുറച്ച് സ്ലോ ആണ്. ഒരു സ്ലോ എന്ന് പറഞ്ഞാൽ വളരെ സ്ലോ ആണ്. അത് ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. നമുക്കങ്ങനെ പറയാതെ പോകാൻ വയ്യ. നമ്മൾ കുറച്ചുകൂടെ എഫക്റ്റീവായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് പുഷ് ചെയ്യേണ്ടിയിരിക്കുന്നു, പ്രത്യേകിച്ച് ഈ ഒരു എയർക്രാഫ്റ്റ് മാനുഫാക്ചറിങ് മേഖലയിൽ. അതുപോലെ ഇന്ത്യയുടെ INS വിക്രാന്ത് ശ്രീലങ്ക കൊളംബോ പോർട്ടിൽ ഡോക്ക് ചെയ്തിട്ടുണ്ട്. ചൈനയുടെ ഷിപ്പുകൾ ഇടയ്ക്കിടയ്ക്ക് ഈ ഒരു ഏരിയയിൽ ഇങ്ങനെ പാസ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പം 2 ദിവസങ്ങൾക്ക് മുമ്പ് വരെ ഒരു ചൈനീസ് ഷിപ്പ് ഇതിലേ കടന്നു പോയതാണ്. അപ്പോൾ എന്തായാലും വിക്രാന്ത് കൊളംബോയിൽ കൊണ്ട് ഡോക്ക് ചെയ്തിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും നമ്മൾ ലാസ്റ്റ് വീക്ക് ഈ കൊളംബോ സെക്യൂരിറ്റി കൗൺസിലുമായിട്ട് ബന്ധപ്പെട്ട് അജിത് ഡോവൽ അതേപോലെ തന്നെ സീഷെൽസിനെയൊക്കെ ചേർത്തുകൊണ്ട് ഒരു മീറ്റിംഗ് ഒക്കെ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് ഇതിനെക്കുറിച്ചുള്ള ചർച്ച നടത്തിയത്. അപ്പോൾ അതിനെ തുടർന്നാണ് ഒരു 3 to 6 days ആൾമോസ്റ്റ് വീക്ക് INS വിക്രാന്തിനെ അവിടെ ഡോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രീലങ്കയുമായിട്ട് സംസാരിച്ച് അപ്രൂവൽ വാങ്ങിയിട്ട് തന്നെയാണ് നമ്മൾ അവിടെ ഡോക്ക് ചെയ്തിരിക്കുന്നത്. നെതന്യാഹു പറഞ്ഞിരിക്കുന്നത് ഇന്ത്യയുടെ സെക്യൂരിറ്റിയുടെ മേളിൽ ഞങ്ങൾക്ക് ഫുൾ കോൺഫിഡൻസ് ഉണ്ട്. തീർച്ചയായിട്ടും അത് ഇസ്രായേലിന്റെ ഇന്റർണൽ വിഷയമാണ്. നെതന്യാഹുവിന് മൊസാദിന്റെ സൈഡിൽ നിന്ന് ക്ലിയറൻസ് കിട്ടാത്തത് കൊണ്ടാണ് വരാൻ പറ്റാത്തത്. പുതിയ ഡേറ്റ് പ്രഖ്യാപിച്ചിട്ട് ഉടനെ തന്നെ അറിയിക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് നെതന്യാഹു പ്രൈം മിനിസ്റ്ററെ വിളിച്ച് നേരിട്ട് അറിയിച്ച വിഷയമാണിത്. ഇന്ത്യയുടെ ഫൈറ്റർ ജെറ്റുകളുടെ ഷോർട്ടേജ് നികത്താൻ വേണ്ടിയിട്ട് ഇപ്പം നിലവിൽ 3 ഓപ്ഷനാണ്. ഈ 3 ഓപ്ഷനുമായിട്ട് ബന്ധപ്പെട്ട ഡിസിഷനാണ് ഇപ്പം പെൻഡിങ്ങിലിരിക്കുന്നതും. അതിനെക്കുറിച്ചാണ് ഏറ്റവും കൂടുതൽ ഇപ്പം ചർച്ച ചെയ്യപ്പെടുന്നതും. അതിലൊന്ന് AMCA, നമ്മൾ ഇന്ത്യക്കുള്ളിൽ തന്നെ മാനുഫാക്ചറിങ് ചെയ്ത് സഫീഷ്യൻ്റ് ആയിട്ടുള്ള ഫൈറ്റർ ജെറ്റുകൾ ഇന്ത്യൻ എയർഫോഴ്സിലേക്ക് ആർട്ടിക്കുലേറ്റ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രോഗ്രാം. രണ്ടാമത് F-35 നമ്മളുടെ മുന്നിലേക്ക് ഇങ്ങനെ വെച്ച് നീട്ടുകയാണ്. നമ്മൾ തുടർച്ചയായിട്ട് അതിനെ നിരസിച്ചുകൊണ്ടിരിക്കുകയാണ്. മറ്റൊരു സൈഡിൽ Su-57, അത് നമ്മൾ ഏതായാലും ഒരു 2 സ്ക്വാഡ്രണെങ്കിലും മിനിമം വാങ്ങണമെന്നാണ് റഷ്യ ആവശ്യപ്പെടുന്നത്. അത് കഴിഞ്ഞിട്ടാണ് ഫർദർ ഇന്ത്യക്കുള്ളിലുള്ള മാനുഫാക്ചറിങ്ങുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഡീൽ സൈൻ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ 3 ഓപ്ഷൻസ് ആണ് ഇപ്പം മുന്നിൽ നിൽക്കുന്നത്. ഇന്ത്യ ബ്രഹ്മോസ് മിസൈൽ പരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുന്നതിൻ്റെ തൊട്ടടുത്തൂടെ ചൈനീസ് ഫ്ലീറ്റ് കടന്നു പോയതായിട്ടുള്ള ഒരു വാർത്ത വന്നിട്ടുണ്ട്. ഇത് ഒരു ടെൻസ്ഡ് മൊമെൻ്റ് ആണ്. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാവാൻ പാടില്ല. കാരണം ആൻഡമാൻ്റെ സൈഡിലാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും ആൻഡമാനിൽ നമുക്ക് ബേസ് ഉണ്ട്. ഈ ഒരു ഇൻസിഡൻറ്റ് തികച്ചും ഇത് കോയിൻസിഡൻസ് അല്ല. ഇത് ശരിക്കും ചൈന മുൻകൂട്ടി അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അവർ ഈ കളി കളിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഏതെങ്കിലും തരത്തിലുള്ള ഇൻഫർമേഷൻസ്, എന്തെങ്കിലും സിഗ്നൽസ് ഗ്യാദർ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് ചൈനയുടെ ഉദ്ദേശം. ചൈനയാണെങ്കിൽ സ്പൈ ഷിപ്പുകളുമായിട്ട് ഇങ്ങനെ നടക്കുകയാണല്ലോ. അപ്പോൾ അതൊരു സ്പൈ ഷിപ്പ് തന്നെയാണ് അതിൽ കടന്നു പോയത്. പലരും ഇന്ത്യ റഷ്യയുടെ പക്കൽ നിന്ന് ഓയിൽ വാങ്ങുന്നത് നിർത്തിയോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ അതിനെക്കുറിച്ചുള്ള വളരെ വ്യക്തമായിട്ടുള്ള ഡീറ്റെയിൽസ് പറഞ്ഞുകൊണ്ട് തന്നെയാണ് നമ്മൾ ഓരോ സമയത്തും ഇതിനെക്കുറിച്ചുള്ള അപ്ഡേറ്റ്സ് തന്നിട്ടുള്ളത്. അപ്പോൾ ആ സാഹചര്യത്തിൽ ഇപ്പം വീണ്ടും റഷ്യ ഇന്ത്യ വാങ്ങുന്ന എണ്ണയ്ക്ക് ഒരു ബാരലിൻ്റെ മുകളിൽ $7 വീണ്ടും കുറച്ച് തരാമെന്നുള്ള വാഗ്ദാനം തന്നിരിക്കുകയാണ്.
എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ റിലയൻസ് എന്ന് പറഞ്ഞ കമ്പനി മാത്രം റഷ്യയുടെ നിന്ന് വാങ്ങുന്ന എണ്ണ ഫിൽട്ടർ ചെയ്യുന്ന ആ ഒരു ഏരിയ മാത്രം സ്വിച്ച് ചെയ്തിട്ടുണ്ട്. അതായത് എക്സ്പോർട്ടിംഗ് മേഖലയ്ക്ക് വേണ്ടിയിട്ട് ഫിൽട്രേഷൻ നടത്തിക്കൊണ്ടിരുന്ന റിഫൈൻ ചെയ്തുകൊണ്ടിരുന്ന ആ ഒരു ഏരിയയിൽ നിന്നുള്ള റഷ്യൻ ഓയിൽ മൊത്തത്തിൽ നമ്മൾ ഡൊമസ്റ്റിക് പർപ്പസിന് വേണ്ടിയിട്ട് റിലയൻസ് ഇന്ത്യക്കുള്ളിൽ സപ്ലൈ ചെയ്യുന്ന ആ ഒരു റിഫൈനറിയിലാണ് ഇപ്പം റിഫൈൻ ചെയ്യുന്നത്. അതിൻ്റെ അർത്ഥം റഷ്യൻ എണ്ണ നിർത്തി എന്നുള്ളതല്ല. ഇത് ഞാൻ അന്നേ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനെക്കുറിച്ച് തന്നെ കൃത്യമായിട്ടുള്ള വാർത്ത പുറത്തു വന്നിരിക്കുന്നത് ഇങ്ങനെ തന്നെയാണ്. റഷ്യ വീണ്ടും $7 പെർ ബാരലിന് കുറച്ച് ഡിസ്കൗണ്ട് ഓഫർ ചെയ്തുകൊണ്ട് ഇന്ത്യയെ കൊണ്ട് കൂടുതൽ എണ്ണ വാങ്ങിപ്പിക്കാനുള്ള ഒരു പ്രോത്സാഹനം അതാണ് നടത്തുന്നത്. അതിൻ്റെ അർത്ഥം വേറെ ഒന്നുമല്ല, കൂടുതൽ എണ്ണ റഷ്യ എടുത്ത് വാങ്ങണമെന്ന് തന്നെയാണ് റഷ്യ ആവശ്യപ്പെടുന്നത്. ഇറ്റ് മീൻസ് ഇപ്പോഴും ആ ഡീൽ നല്ല രീതിയിൽ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അത് തന്നെയാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇത് ഞാൻ പറഞ്ഞായിരുന്നു, അതായത് നമ്മളുടെ ഇന്ത്യയിലേക്ക് ഇപ്പോൾ റഷ്യൻ എണ്ണ വരുന്നത് പല വിദേശ രാജ്യങ്ങളുടെയും ലേബലിലാണ്. അതാണ് മനസ്സിലാക്കേണ്ടത്. ഇതൊക്കെ ഇതിന്റെ പുറകിൽ നടക്കുന്ന കാര്യങ്ങളാണ്. ഇപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഇറാന്റെ മേളിൽ ഇറാന്റെ എണ്ണയുടെ പുറത്ത് എത്ര നാൾ കൊണ്ടാണ് അമേരിക്ക സാങ്ഷൻ ഇട്ട് വെച്ചിരിക്കുന്നത്. UN വരെ ഇപ്പോൾ സാങ്ഷൻസ് അപ്രൂവ്ഡ് ആണ്, ഇറാന്റെ മേളിലുള്ള സാങ്ഷൻസ്. ഈ സാഹചര്യത്തിൽ ഇറാൻ ഈ എണ്ണ വിൽക്കുന്നില്ലേ? ഇറാൻ എങ്ങനെ വിൽക്കുന്നു? ഇറാന്റെ എണ്ണ അവർ വിൽക്കുന്നില്ലേ? ഇത് ഈ ഒരു ഒറ്റ ചോദ്യം മതി, അതിലുണ്ട് എല്ലാ ഉത്തരവും. ഇറാനെ പോലെ ഒരു രാജ്യത്തിന് എണ്ണ വിൽക്കാൻ കഴിയുമെങ്കിൽ പിന്നെ എന്തുകൊണ്ട് റഷ്യക്ക് വിറ്റൂടാ? റഷ്യ വിൽക്കും, വിറ്റോണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. അത് വാങ്ങേണ്ടവർ കൃത്യമായിട്ട് വാങ്ങുന്നുണ്ട്, അത് വാങ്ങേണ്ട മാർഗങ്ങളിലൂടെ അത് വാങ്ങുന്നുണ്ട്. അത്ര മാത്രമേ നമുക്കിപ്പോൾ പറയാൻ പറ്റുള്ളൂ. തീർച്ചയായിട്ടും ഇതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഡീറ്റെയിൽസ് പിന്നീട് ആർക്കൈവ്സിൽ ക്ലാസിഫൈഡ് ഡോക്യുമെന്റ്സ് ഒക്കെ പുറത്ത് വരുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ഇതിനെക്കുറിച്ച് വിശദമായിട്ടുള്ള വീഡിയോ ചെയ്യാം. റഷ്യയുടെ എണ്ണ ഇന്ത്യയിലേക്ക് വരുന്നില്ല എന്നുണ്ടെങ്കിൽ ഓയിൽ മാർക്കറ്റിൽ ഇന്ന് എണ്ണ വില $150 പെർ ബാരലിന് ആയിത്തീരുമായിരുന്നു. ഇപ്പം എന്തായാലും 150 ആയിട്ടില്ല. ഇറ്റ് മീൻസ് റഷ്യൻ എണ്ണ മാർക്കറ്റിൽ വരുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അതുകൊണ്ട് റഷ്യൻ എണ്ണ ഇന്ത്യ വാങ്ങുന്നോ എന്ന് ഇനി നിങ്ങൾ ചോദിക്കേണ്ട ആവശ്യമില്ല. എണ്ണ വില ഒരു $90, $95, $100 പെർ ബാരലായിട്ട് മാറുന്നുവെങ്കിൽ നിങ്ങൾ കരുതിക്കോളൂ, റഷ്യൻ എണ്ണ മാർക്കറ്റിൽ നിന്നും കുറയുന്നുണ്ട്. വളരെ സിമ്പിളാണ് ഇത് മനസ്സിലാക്കാൻ. ബംഗ്ലാദേശ് JF-17 ഫൈറ്റർ ജെറ്റ്, ചൈനീസ് ഫൈറ്റർ ജെറ്റാണ്. ഇത് പാകിസ്ഥാൻ്റെ സൈഡിൽ നിന്നും ബംഗ്ലാദേശ് വാങ്ങിക്കാൻ വേണ്ടിയിട്ടുള്ള ഡിസ്കഷൻസ് ഒക്കെ നടത്തുന്നുണ്ട്. ഡിസ്കഷനേ നടക്കൂ, അല്ലെങ്കിൽ പാകിസ്ഥാൻ ഫ്രീ ആയിട്ട് കൊണ്ട് കൊടുക്കണം. ഇത് രണ്ടിലൊന്ന് സംഭവിക്കണം. അല്ലാത്ത പക്ഷത്തിൽ ബംഗ്ലാദേശിന് പൈസ കൊടുത്ത് ഈ ഫൈറ്റർ ജെറ്റ് വാങ്ങിക്കാനുള്ള കപ്പാസിറ്റി ഇല്ല, അത് ഉറപ്പാണ്. ഇത് ദുബായ് എയർ ഷോയിൽ ഞങ്ങൾക്ക് കിട്ടിയ ഒരു ഗോൾഡൻ ഡീൽ എന്നുള്ള നിലയിലാണ് പാകിസ്ഥാൻ ഈ ഒരു വിഷയം എടുത്തു പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇതൊക്കെ എത്ര നാൾ ഈ ഒരു ചർച്ച മുന്നോട്ട് പോകുന്നു എന്നുള്ളത് മാത്രം നമ്മൾ നോക്കി നിന്നാൽ മതി, അത്രേ ഉള്ളൂ. ഇതൊക്കെ പ്രൈമറി ഡിസ്കഷനിൽ പോലും ഇല്ല, ജസ്റ്റ് ബ്ലണ്ട് ആയിട്ട് ഇവർ പറഞ്ഞിട്ടുണ്ടാവും. അതായത് ബംഗ്ലാദേശ് പാകിസ്ഥാന്റെ കയ്യിൽ നിന്നും JF-17 വാങ്ങുന്നു എന്നുള്ളത് ഞങ്ങളൊരു സ്റ്റേറ്റ്മെന്റ് കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് വിരോധമില്ലല്ലോ എന്ന് ചോദിച്ചിട്ടുണ്ടാവും. ഇല്ലല്ല, ഞങ്ങൾക്ക് വിരോധമൊന്നുമില്ല, നിങ്ങൾ എന്ത് വേണമെങ്കിലും ഇട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ടാവും ബംഗ്ലാദേശ്. അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് തന്നെയാണ് ക്ലിയർ ആയിട്ടുള്ള ലൈൻ. അല്ലാതെ ഇതിനെക്കുറിച്ചുള്ള ഫർദർ ഡിസ്കഷൻസോ അല്ലെങ്കിൽ ഇതിന്റെ ഫൈനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ടുമായിട്ട് ബന്ധപ്പെട്ട ഡിസ്കഷൻസോ ഇതൊന്നും തന്നെ നടന്നിട്ടില്ല. ജസ്റ്റ് ബ്ലണ്ട് ആയിട്ടൊരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരിക്കുകയാണ്. അതാണ് ഇപ്പോൾ പത്രത്തിൽ അടിച്ച് കൊട്ടി ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും കുറേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വാർത്തകളാണ് നമ്മൾ വീഡിയോയിൽ പങ്കുവച്ചത്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.